Hello guys, welcome back to my channel. So after a long time ഞാനൊരു vlog, haul video ആയിട്ടാണ് വന്നിരിക്കുന്നത്. And before that, if you have not subscribed to my channel, please make sure that you're subscribing to my channel so that you will get the notifications of all the new videos that I upload. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, കുറച്ചധികം സാധനങ്ങളില്ല. ഈ ഒരു ബാഗിനകത്ത് കൊള്ളുന്ന അത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. കാരണം നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് സാധനങ്ങൾ കുറേ പവിലിയൻസിന് അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. അതിലോ ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൊറോക്കൻ ലിപ് ടിൻ്റ് ആണ്. ഇതിൻ്റെ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ടിൻ്റ് ആണ്. ഞാൻ കുറേ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാനിത് വാങ്ങിക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷം ആറേ, പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഗ്ലോബൽ വില്ലേജിൽ പോകുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനം കേട്ടോ. നല്ല ലിപ് ടിൻ്റും ആണ്. ഞാനിപ്പോൾ എൻ്റെ ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡ് കാണുന്നില്ലേ, ഞാൻ ഈ ചീക്ക് ടിൻ്റാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ലിപ്സിലും ഞാൻ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തു. നമ്മുടെ നാച്ചുറൽ ടോണാണ് ഇത് നമുക്ക് തരാം. സൂപ്പർ. ഇഫ് എവർ യു ആർ ഗോയിങ് ടു ഗ്ലോബൽ വില്ലേജ്, ഡു വിസിറ്റ് മൊറോക്കൻ പവിലിയൻ ആൻഡ് യു ക്യാൻ ഗെറ്റ് ദിസ്. ഇത് എനിക്കൊരു 30 ദിറംസിനാണ് ഞാൻ വാങ്ങിയത്. സോ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പോയതിൽ എനിക്ക് വർത്ത് ആയിട്ട് തോന്നുന്നതും ഈ ഒരു ടിൻറ്റ് വാങ്ങിയപ്പോഴാണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു സാധനമാണിത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഇതുപോലെ കുറച്ച് കൊച്ചു കവേഴ്സിൽ കുറച്ച് അധികം സാധനങ്ങളുണ്ട്. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇന്ത്യൻ പവിലിയനിൽ നിന്ന് വാങ്ങിയൊരു കമ്മലാണ്. സോ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 10 ദിറംസോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ഈ ഒരു ഹൂപ്സ് ഞാൻ കുറേ നാളായി ഇപ്പോൾ കമ്മലൊന്നും ഇങ്ങനെ വലിയ കമ്മലൊന്നും ഇടുന്നില്ല. അപ്പോൾ ഞാൻ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇന്ത്യൻ പവിലിയനിൽ നിന്ന് കൂടി വാങ്ങിയൊരു സാധനം ഇതാണ്. നല്ല രസമല്ലേ, നല്ലതാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വാങ്ങിയൊരു കമ്മൽ 5 ദിറംസ് ആയിരുന്നു ഇതിൻ്റെ വില. അപ്പോൾ ഇതാണ്. പിന്നെ അടുത്ത സാധനം ഞാൻ വാങ്ങിയത്, പവിലിയൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത് ഞാൻ വാങ്ങിയത് ഏത് പവിലിയനിൽ നിന്നാണെന്ന് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. തായ്ലൻഡാണെന്ന് തോന്നുന്നു. തായ്ലൻഡോ മലേഷ്യ അങ്ങനെ ഏതോ ഒരു പവിലിയനിലാണ് ഞാൻ ഇത് വാങ്ങിയത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ബ്രാസ്ലെറ്റ് ആണ് കേട്ടോ. മൊത്തം സ്റ്റോൺസ് ആണ്, വൈറ്റ് സ്റ്റോൺസിൻ്റെ 2 ലെയറിലുള്ളൊരു ബ്രാസ്ലെറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. അതായത് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ വാച്ചിൻ്റെ ഒക്കെ കൂടി ഇടാൻ നല്ല രസമായിരിക്കും ഈ ഒരു ബ്രാസ്ലെറ്റ്. ഇതിൻ്റെ റേറ്റ് എത്ര? ഇത് 25 ദിറംസോ 30 ദിറംസോ എന്തോ ആയിരുന്നു. അവിടെ കുറേ ഇതുപോലത്തെ ബ്രാസ്ലെറ്റ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെറിയ സ്റ്റോൺസിൻ്റെ ഈ ഒരു സംഭവമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ഇത് വാങ്ങി. ഇതൊരു 30 ദിറംസ് അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ഞാൻ വാങ്ങിയത് ഇത് അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞൊരു പവിലിയനിൽ ഞാൻ വാങ്ങിയൊരു സംഭവമാണ് കേട്ടോ. ഇത് വന്നിട്ട് തുർക്കി പവിലിയനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുപോലത്തെ കുറേ ഐറ്റംസ് ആ ഒരു പർട്ടിക്കുലർ പവിലിയനിലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈവിലയുടെ ചെയിൻസും ഈവിലയുടെ ബ്രാസ്ലെറ്റ്സ്, കാലിലിടുന്ന ചരട്, അങ്ങനെ പല ഐറ്റംസ് വെറും 5-10 ദിറംസിന് ആ ഒരു പവിലിയനിൽ ഒരു പർട്ടിക്കുലർ സ്റ്റാളിൽ അവർ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇത് കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ അല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്രാസ്ലെറ്റ്. ഇതിങ്ങനെ പുല്ല് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റിയൊരിതാണ്. ഇത് 5 ദിറംസേ ഉള്ളൂ. പിന്നെ അടുത്ത എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ വേറൊരു ഐറ്റമാണ് ഈ ഒരു ഈവിലയുടെ ഈ ഒരു ബ്രാസ്ലെറ്റ്. കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. കണ്ടോ, ഇതിനൊരു ചെറിയൊരു ഈവിലായി ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ക്രിസ്റ്റൽസ് ആണ്, ഇതിന് വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിനും 5 ദിറംസേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പവിലിയൻ തുർക്കി പവിലിയനാണ്. അവിടെ ഇതുപോലത്തെ കുറേ സ്റ്റോൾസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങാം. അപ്പം ഞാൻ വാങ്ങിയ എനിക്ക് ഈ ഒരു ഫേവറേറ്റ് സംഭവം ഇതാണ്. ഇത് നമ്മളിങ്ങനെ ഇടും, കയ്യിലൊക്കെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു ബ്രാസ്ലെറ്റ് ആണ് കേട്ടോ. ഇതുപോലെ ഈവിലയുടെ ആണെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങളൊരു ഈവിലൈ ലോക്കറ്റ്സും ഹാങ്ങിങ്സിൻ്റെയും ഫാൻ ആണെങ്കിൽ യു മസ്റ്റ് ഡെഫിനറ്റ്ലി വിസിറ്റ് ദിസ് പെർട്ടിക്കുലർ സ്റ്റോർ. യു വിൽ ഗെറ്റ് സോ മെനി പ്രൊഡക്ട്സ് ഫ്രം ദെയർ. പിന്നെ ലാസ്റ്റ് ഞാൻ വേറൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഫേവറേറ്റ് ആയിട്ട് വാങ്ങിയൊരു സംഭവമാണ് ഈ ഒരു റിങ്. ഇത് കൊറിയൻ പവിലിയനിൽ നിന്ന് ഞാൻ വാങ്ങിയൊരു റിങ് ആണ്. ഇതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള ഡിസൈൻ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഒരു റൗണ്ട് റിങ് ആണ്. ഇതിന് ചുറ്റിനും പല കളേഴ്സിൻ്റെ സ്റ്റോൺസ് ആണ് അവർ വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കളർ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആണ്. പക്ഷേ ഇത് നല്ല ഒറിജിനൽ ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു മെറ്റലാണ് കേട്ടോ. അത് നമ്മൾ ഇടുമ്പം നമുക്ക് ആർട്ടിഫിഷ്യൽ ഗോൾഡ് ആണെന്ന് നമുക്ക് തോന്നില്ല. കറക്റ്റ് ഒരു ഒറിജിനൽ ഗോൾഡ് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇതെങ്ങനെ നിങ്ങളിപ്പോൾ കാണിക്കുക? ഞാൻ ഈ ഒരു ഫിംഗറിലിട്ടു. ഇതുണ്ടോ,
ഇത് ഫോക്കസ് ആവുന്നില്ലല്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ പല പല കളറിലെ സ്റ്റോൺസ് ആണ്. ഇതിൽ ഏറ്റവും മെയിനായിട്ട് ഞാൻ പറയുന്നത് ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, യെല്ലോ, ഓറഞ്ച്, പിങ്ക്, അങ്ങനെ പല പല കളറിലെ സ്റ്റോൺസ് ഇട്ടിട്ടുള്ളൊരു റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സിംഗിൾ കളറും ഉണ്ട്, മൾട്ടി കളറും ഉണ്ട്. അപ്പം ഞാൻ മൾട്ടി കളറാണ്. പണ്ട് എൻ്റെ കയ്യിലൊരു സിംഗിൾ കളറിൻ്റെ സ്റ്റോൺ ഉണ്ട്, ഇതുപോലത്തെ റിംഗ് ഉണ്ടായിരുന്നു, സിൽവറിൻ്റെ. അത് എവിടെയോ കളഞ്ഞുപോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. ഇതിന് 30 dirhams ആണ് ഞാൻ വില പേശാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവർ 45 dirhams എന്തോ ആണ് പറഞ്ഞത്, 40 dirhams ആണ് പറഞ്ഞത്. 30 dirhams തന്നു. അപ്പോൾ അതാണ് ഈ എൻ്റെ ഒരു ഫേവറേറ്റ് റിംഗ് ആണ് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയത്. ഇത്രയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിയത്. പിന്നെ ഞാൻ വാങ്ങിയത് 2 നെയിൽ പോളിഷാണ്. അപ്പോൾ ഇത് പവീലിയനിലല്ല, ഇത് മുമ്മൂസോ ഉണ്ട് ഗ്ലോബൽ വില്ലേജിൽ തന്നെ. അപ്പോൾ ഗ്ലോബൽ വില്ലേജിലെ മുമ്മൂസോ എന്ന് ഞാൻ വാങ്ങിയൊരു നെയിൽ പെയിൻറ്റ്. പിന്നെ ഇതൊരു ഗ്ലിറ്ററിൻ്റെ ആണ്. പിന്നെ ഇത് ഒരു നോർമൽ ഗ്രീൻ, ഒരു ഓലിവ് ഗ്രീൻ പോലത്തെ ഒരു നെയിൽ പെയിൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ബിക്കോസ് അധികം സാധനങ്ങൾ നമ്മൾ വാങ്ങണമെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതായത് ഡ്രസ്സസ്, ഫാബ്രിക്സ്, പിന്നെ കേർട്ടൻസ്, ബെഡ്ഷീറ്റ്സ്, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ വാങ്ങാൻ പ്രിപ്പയർഡ് ആയിട്ടല്ല പോയത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ മനസ്സിൽ വാങ്ങണം എന്ന് തോന്നിയൊരു സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതാണിത്. ഇതിലെനിക്ക് ഏറ്റവും ഫേവററ്റ് എന്ന് പറഞ്ഞാൽ ആ ക്രിസ്റ്റൽസിൻ്റെ ബ്രാസ്ലെറ്റ് ഇല്ലേ, അതും പിന്നെ മൊറോക്കൻ ലിപ് ടിൻ്റാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം മൊറോക്കൻ ലിപ് ടിൻ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. കാരണം എനിക്ക് ഇവിടെ മൊറോക്കൻ പവലിയൻ ഉണ്ടോ എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ, ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കുറേ പവലിയൻസ് ഉണ്ട്. ആഫ്രിക്ക, കൊറിയ, ജപ്പാൻ, ചൈന, പാലസ്തീൻ, ലെബനോൺ, എല്ലാ പവലിയൻസിലും ഞങ്ങൾ കയറി. ചില പവലിയൻസിൽ നമുക്ക് കയറാൻ പറ്റില്ല, കാരണം വയ്യാണ്ടായി, കുറേ നടക്കണമല്ലോ. അപ്പോൾ പിന്നെ കുറച്ചധികം ഫുഡ് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. നമ്മൾ എന്താ ട്രൈ ചെയ്തത്, തായ്ലൻഡ് പവലിയനിൽ പോയിട്ട് നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്തു. പിന്നെ മാംഗോ ഐസ്ക്രീംസ് ട്രൈ ചെയ്തു. പിന്നെ സ്പൈറൽ പൊട്ടേറ്റോസ്, അത് പിന്നെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ അതും ട്രൈ ചെയ്തു. അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഗ്ലോബൽ വില്ലേജിന് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്ര നാളും പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. എനിവേസ്, ഇനി നമ്മൾ എല്ലാ വർഷവും പോവും. നല്ലതായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ വെതറിൽ നല്ലതാണ് അവിടെ പോയിരിക്കാനും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. നിങ്ങളും ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യൂ. ഫേവറേറ്റ് പവീലിയൻ ഏതാണെന്നും കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് ടൈം ഞാൻ അവിടെ പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.